Hello students, അഞ്ചാമത്തെ problem. അഞ്ചാമത്തേതാണ് proved by the principle of mathematical induction that a plus ar plus ar square plus etc. ar raised to n minus 1 equal to a into r raised to n minus 1 divided by r minus 1. ഇത് ഒരു mathematical result ആണ് നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്ക് PMI യൂസിങ് PMI വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യണം. മാർച്ച് 2016 ചോദിച്ചതാണ്. P of n എന്ന് കൊടുത്തു നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിന്, മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് P of n കൊടുത്തു. ദാറ്റ് ഈസ് a plus ar plus ar square plus etc. ar raised to n minus 1 equal to a into r raised to n minus 1 whole divided by r minus 1. Then for n equal to 1 കൊടുത്തു. P of 1 കണ്ടു. ഫസ്റ്റ് ടേം a equal to right side a into r raised to 1 by r raised to 1 minus 1 all divided by r minus 1. That is a into r minus 1 by r minus 1. r minus 1 r minus 1 cancel ചെയ്ത് a equal to a ആയി, which is 2. Assume that P of k is 2. P of k 2 ആണെന്ന് assume ചെയ്യുക. That is P of k equal to P of k എന്താവും? a plus ar plus ar square plus etc. ar raised to k minus 1 equal to a into r raised to k minus 1 whole divided by r minus 1. അത് ട്രൂ ആണ്. അതായത് ഇത്രയും ടേംസിൻ്റെ സം ഇതിനോട് ഈക്വൽ ആണ് എന്ന് നമ്മൾ assume ചെയ്തു. Now to prove that P of k plus 1 is 2, for that we consider LHS. എന്താ വരിക? P of k plus 1 ലെഫ്റ്റ് എന്താ വരിക? a plus ar plus ar square plus etc. ar raised to a plus ar plus ar square plus etc. kന്റെ ടേം എന്തായാലും വരുമല്ലോ. P of k plus 1 എന്ന് പറഞ്ഞാൽ P of kന്റെ ലെഫ്റ്റിലുള്ള എല്ലാ ടേംസും വരും. ar raised to k minus 1 വരും. പിന്നെ അതിൻ്റെ കൂടെ ഒന്നും കൂടെ വരും അല്ലേ? കാരണം നമ്മൾ കാണുന്നത് P of k plus 1 ആണ്. അപ്പോൾ ഇത്രയും ടേംസ് P of kൻ്റെ ടേംസ് ആണ്. അതിൻ്റെ കൂടെ ഒരു ടേമും കൂടെ വരും. ആ ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ar raised to kക്ക് പകരം എന്ത് കൊടുത്താൽ മതി? k plus 1. ar raised to k plus 1 minus 1. ഈ 1 minus 1 ക്യാൻസൽ, അവിടെ എന്തായി മാറി? ar raised to k ആയി മാറി. അപ്പോൾ ഇത്രയും ടേംസിൻ്റെ സമ്മ നമ്മൾ ആൾറെഡി ശരിയാണ്, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഏതാണ്? ഏതിനോട് ഈക്വൽ ആണെന്ന് അസ്യൂം ചെയ്തിട്ടുള്ളത്? a into r raised to k minus 1 whole divided by r minus 1. അപ്പോൾ ഇത്രയും ടേംസിന് പകരം നമ്മൾ അത് ഫിറ്റ് ചെയ്യാണ്. a into r raised to k minus 1 whole divided by r minus 1 plus ar raised to k. ഇത് രണ്ട് ടേംസ് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ മനസ്സിൽ വേണം. എന്താണ് കിട്ടേണ്ടത്? ഇതാണ് P of kൻ്റെ റൈറ്റ് സൈഡ്. ഇതിൽ kക്ക് പകരം k plus 1 കൊടുത്താൽ മതി. കിട്ടേണ്ട ആൻസർ k plus 1 minus 1 divided by r minus 1. ഇതാണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. എന്നാൽ നമുക്ക് ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ അതിലേക്ക് എത്താമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ സം ചെയ്യണം. ഇത് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ചെയ്യുക. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ പഴയ ക്ലാസ്സുകളിലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ. അപ്പം ശ്രദ്ധിക്കുക, P of kൻ്റെ റൈറ്റ് എഴുതി പ്ലസ് ar raised to k. ഇനി ഞാൻ ആദ്യം ചെയ്യുന്നത് a ഉള്ളിലേക്ക് ഗുണിക്കുകയാണ്. അപ്പോൾ a into r raised to k, ar raised to k a into minus 1 minus a whole divided by r minus 1 plus ar raised to k അതുപോലെ എഴുതി plus ar raised to k. ഇനി ഇതിപ്പോൾ നമുക്ക് രണ്ട് റാഷണൽ നമ്പർ രൂപത്തിലേക്ക്, ഇതൊരു റാഷണൽ നമ്പർ രൂപത്തിലാണ് അംശവും ചെയ്തുകൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് അതുപോലെ ആക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ രണ്ട് റാഷണൽ നമ്പർ രൂപത്തിലായി ആയില്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം? ഇതൊന്ന് മാറ്റി. എങ്ങനെ നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. ar raised to k minus a into 1, that is ar raised to k minus a അല്ലേ? ഒന്നുകൊണ്ട് ഗുണിച്ചു പ്ലസ് r minus 1 into ar raised to k
അല്ലെങ്കിൽ AR raised to K into R minus 1. AR raised to K into R minus 1 whole divided by എന്ത് വരും R minus 1 into 1 R minus 1. Okay, clear? That is equal to ഇനി സിംപ്ലിഫൈ ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട AR raised to K into R minus 1 അത് ഉള്ളിലേക്ക് ഗുണിക്കുക. അപ്പോൾ എന്താ വരിക? ബാക്കിയുള്ളൊക്കെ അതുപോലെ എഴുതുക. AR raised to K minus A plus AR raised to K into R എന്താ വരിക? AR raised to K into R എന്ന് പറഞ്ഞാൽ ഇത് 1 അല്ലേ? അപ്പോൾ AR raised to K plus 1 വരും അല്ലേ? മൈനസ് AR raised to K into 1 AR raised to K 1 into AR raised to K എന്താണ്? മൈനസ് AR raised to K ഡിവൈഡഡ് ബൈ R minus 1. ശരിയല്ലേ? ഇനി AR raised to K യും മൈനസ് AR raised to K യും ക്യാൻസൽഡ്. ബാക്കി ഇവിടെ എന്താ വരിക? ഈക്വൽ ടു AR raised to K plus 1 മൈനസ് A ഹോൾ ഡിവൈഡഡ് ബൈ R minus 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ആയോ നോക്കിയേ? ഏതിൽ രണ്ടിലും കോമൺ ഇല്ലേ? എടുത്തു കഴിഞ്ഞാൽ A into R raised to K plus 1 minus 1 divided by R minus 1. ശരിയല്ലേ? രണ്ടും ഒന്ന് തന്നെ ആയില്ലേ? That implies P of K plus 1 is true. Hence നമുക്ക് എന്ത് പറയാം? P of n is true for all natural number n. Okay, clear? ആറാമത്തെ ക്വസ്റ്റ്യൻ. Prove by the principle of mathematical induction that 1 into 2 ഇത് 1.2 അല്ല 1 into 2 plus 2 into 3 plus 3 into 4 ഇങ്ങനെ ഡോട്ട് ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. 3 into 4 plus etc n into n plus 1 equal to n into n plus 1 into n plus 2 whole divided by 3 ഇത് പ്രൂവ് ചെയ്യണം. അതിന് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുത്തു P of n 1 into 2 plus etc n into n plus 1 equal to n into n plus 1 into n plus 2 whole divided by 3 പേര് കൊടുത്തു. P of 1 ചെക്ക് ചെയ്യാം. P of 1 ട്രൂ ആണോ നോക്കാം. 1 into 2 അല്ലേ? ഫസ്റ്റ് ടേം മാത്രം 1 into 2 equal to റൈറ്റ് സൈഡ് 1 into 1 plus 1 into 1 plus 2 divided by 3 that is 1 into 2 into 3 അല്ലേ? 1 into ഇത് 1 into 2 വരും into 3 വരും 6 വരും അല്ലേ? 6 by 3 വരും that is 2. അപ്പോൾ 2 equal to 2 which is true. Assume that P of K is true. That is P of K എന്ന് പറയുന്നത് 1 into 2 plus 2 into 3 plus etc plus K into K plus 1. That is equal to right side K into K plus 1 into K plus 2 all divided by 3. n പകരം K കൊടുത്ത് റീപ്ലേസ് ചെയ്ത് നമ്മൾ അസ്യൂം ചെയ്തു P of K true ആണെന്ന്. Now we have to prove that P of K plus 1 is true. For that we consider LHS P of K plus 1. P of K plus 1 LHS K അപ്പോൾ P of K plus 1 LHS എങ്ങനെ എഴുതാം? P of K LHS എഴുതാതെ 1 into 2 plus 2 into 3 plus etc K into K plus 1 എഴുതി. ഇത്രയും ടേം അല്ല വരും. ഇതാണ് P of K LHS. ഇതിൻ്റെ കൂടെ ഒരു ടേമും കൂടെ കൂട്ടണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? അത് ഇവിടെ Kക്ക് പകരം K plus 1 ആക്കുക. Kക്ക് പകരം K plus 1 ആക്കി ബ്രാക്കറ്റിലുള്ളത് വീണ്ടും K plus 1 ആക്കുക. K plus 1 plus 1 വരും. അപ്പോൾ എന്ത് വരും? K plus 1 into K plus 2 വരും. എന്ത് വരും? അത് K plus 1 into K plus 2 എന്നാണ് വരിക. ഓക്കെ, K plus 1 into സിംപ്ലിഫൈ ചെയ്ത K plus 1 into K plus 2. ഇത്രയും ടേംസ് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട്. ഏതിനോട് ഈക്വൽ ആണ്? K into K plus 1 into K plus 2 ഹോൾ ഡിവൈഡ് ബൈ 3ക്ക് ഈക്വൽ ആണ്. പ്ലസ് അതിനോട് കൂടെ ഈ എക്സ്ട്രാ ടേം കൂടെ കൂട്ടുക K plus 1 into K plus 2. ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടേണ്ട ആൻസർ എന്താണ്? എന്താ കിട്ടേണ്ടത്? ഇതാണ് P of K റൈറ്റ്. Kക്ക് പകരം റീപ്ലേസ് ചെയ്താൽ K plus 1 ഇവിടെ വീണ്ടും K plus 1 ആക്കുക. K plus 1 plus 1 വരും. അപ്പം എന്ത് വരും? K plus 2. വീണ്ടും Kക്ക് പകരം റീപ്ലേസ് ചെയ്യുക K plus 1 plus 2 that is K plus 3
whole divided by 3. ഇതാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ അത് സൈഡിൽ എഴുതി വെക്കുക. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിൽ ഓർമ്മ വേണം. ഓക്കെ, നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇത് k ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡ് ബൈ 3 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 എങ്ങനെ നമുക്ക് പിന്നെ സിംപ്ലിഫൈ ചെയ്യാം? നമ്മൾ നോക്കുക, ഇതൊരു റാഷണൽ നമ്പറിൻ്റെ രൂപത്തിലാണ് ആണല്ലോ. ഇതിനെ നമുക്ക് റാഷണൽ നമ്പറിൻ്റെ ബൈ 1 ചേർത്താൽ അതൊരു റാഷണൽ നമ്പറിൻ്റെ രൂപത്തിലായി ആയല്ലോ. രണ്ടിലും കോമൺ ടേംസ് ഇല്ലേ? ഏതാണ്? കെ പ്ലസ് 1ഉം കെ പ്ലസ് 2ഉം അത് പുറത്തെടുക്കുക. ഇതാ ബ്രാക്കറ്റിന് പുറത്തെടുത്തു. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ കെ ബൈ 3 മാത്രമേ ഉള്ളൂ. കെ ബൈ 3 പ്ലസ് ഇവിടെയോ 1/1 അല്ലേ? അവിടെ എന്താണുള്ളത്? 1 കാരണം കെ പ്ലസ് 1 എടുത്തല്ലോ, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 എടുത്തല്ലോ, 1/1. ദെൻ കെ പ്ലസ് 1 ഇൻറ്റു കെ ഈക്വൽ ടു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു ഇത് നമുക്ക് വീണ്ടും റാഷണൽ നമ്പറാണ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്യാൻ. കെ ഇൻറ്റു 1 കെ, 3 ഇൻറ്റു 1 3, കെ പ്ലസ് 3 ഓൾ ഡിവൈഡ് ബൈ 3. നിങ്ങൾക്കറിയാം ഇതൊരു റാഷണൽ നമ്പറിൻ്റെ രൂപത്തിലാണ്. ഇതിന് നമുക്ക് അതുപോലെ ബൈ 1 ആക്കി എങ്ങനെ ഗുണിക്കുക? പിന്നെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഗുണിക്കുക. അപ്പോൾ എന്ത് വരും? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 അല്ലേ? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 3 ഹോൾ ഡിവൈഡ് ബൈ 1 ഇൻറ്റു 3 ദാറ്റ് ഈസ് 3. തന്നെയല്ലേ നമുക്ക് കിട്ടേണ്ടത്? നോക്കിയ ആൻസർ. ഹെൻസ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് 2. ദാറ്റ് ഇംപ്ലൈസ് പി ഓഫ് എൻ ഈസ് 2 ഫോർ ഓൾ നാച്ചുറൽ നമ്പർ n. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ടൈപ്പിൽ 6 പ്രോബ്ലംസ്. ഇമ്പോർട്ടൻ്റ് ആണ് 6ഉം. ഇതിലൊന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 6 എണ്ണം ഉള്ളത്. ശരിക്കും എഴുതി പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ടൈപ്പ് 2ലേക്ക് കിടക്കുകയാണ്. ടൈപ്പ് 1 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു, 6 എണ്ണം ചെയ്തു. ടൈപ്പ് 2 ചെറിയൊരു ക്വസ്റ്റ്യനിൽ വ്യത്യാസമുണ്ട്, ക്വസ്റ്റ്യൻ്റെ ഫോമിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ 7 raised to n minus 3 raised to n is divisible by 4. A part, verify the statement for n equal to 1. B part, prove the statement by using the PMI. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയൊക്കെ ഒരുപോലെ തന്നെ, പക്ഷെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒന്ന് മാറ്റുന്നുണ്ട്. എന്താണ്? 7 raised, ഇതാണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഏത്? പി ഓഫ് എൻ എന്ന് പറയുന്നത് 7 raised to n minus 3 raised to n is divisible by 4. അതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? അതിൽ എ പാർട്ട് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ആദ്യം ഫോർ n equal to 1 ആവുമ്പോൾ അത് റിസൾട്ട് ശരിയാണോ അല്ലേന്ന് കാണിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രൂവ് ദി സ്റ്റേറ്റ്മെന്റ് ബൈ യൂസിങ് ദി PMI. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്തല്ലോ. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് 2, ദെൻ ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് 2. അത് ആ സ്റ്റെപ്പൊക്കെ അതുപോലെ തന്നെ. അത് ബി എന്ന് പറഞ്ഞിട്ട് ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരുപോലെ തന്നെ. ഇനി ഇത് മാർച്ച് 2020, ജൂലൈ 2017, സെപ്റ്റംബർ 2015, മാർച്ച് 2010, ഇനിയുണ്ട്, മുന്നത്തെ വർഷങ്ങളുണ്ട്. 2007 ഒക്കെ ചോദിച്ചതാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എ പാർട്ട് പി ഓഫ് എൻ എന്ന് പറയുന്ന നമ്മുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് 7 raised to n minus 3 raised to n ഈസ് ഡിവിസിബിൾ ബൈ 4 എന്നൊന്നും എഴുതണ്ട. അതാണ് നമ്മുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ. ഇനി നമുക്ക് പി ഓഫ് 1 കാണണം അല്ലേ? എ പാർട്ട് അതാണ്. പി ഓഫ് 1 കാണുമ്പോൾ 7 raised to 1 minus 3 raised to 1. എന്നിന് 1 കൊടുക്കുക. 7 raised to n 1 minus 3 raised to 1 that is equal to 7 minus 3 that is equal to 4. 4 എന്തായാലും ഡിവിസിബിൾ ബൈ 4 അല്ലേ? അപ്പം എന്താ ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഖ്യകൾ എന്തായിരിക്കണം? 4ൻ്റെ മൾട്ടിപ്പിൾസ് ആവണ്ടേ, 4ൻ്റെ ഗുണിതങ്ങളാവണ്ടേ. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത് 4 തന്നെയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതെന്താണ്? ഡിവിസിബിൾ ബൈ 4 ആണ്. ദാറ്റ് ഇംപ്ലൈസ് പി ഓഫ് 1 ഈസ് 2. അപ്പോൾ അത് ഓവർ എ പാർട്ട്. ബി പാർട്ട് നമ്മുടെ PMI വെച്ച് പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് 2. ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി ചെയ്താൽ മതി. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് 2 ദാറ്റ് ഈസ് പി ഓഫ് കെ, എന്നിന് പകരം കെ കൊടുക്കുക.
P of k എന്ന് പറയുന്നത് എന്താവും 7 raised to k minus 3 raised to k is divisible by 4. അത് നമ്മൾ അസ്യൂം ചെയ്തു. എന്ത് P of k ട്രൂ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം n-ന് k കൊടുക്കുമ്പോൾ P of k 7 raised to k minus 3 raised to k എന്ന് പറയുന്നത് is divisible by 4 ആണ്. അതായത് 4ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നർത്ഥം. is divisible by 4 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് to prove that P of k plus 1 is 2. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? P of k plus 1 is 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇവിടുന്ന് അങ്ങോട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. എങ്ങനെ നമുക്ക് P of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കാം? അതിനു വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യാണ് P of k plus 1. P of k plus 1 എന്ന് പറഞ്ഞാൽ kക്ക് പകരം k plus 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 7 raised to k plus 1 minus 3 raised to k plus 1 എന്ന് വരും അല്ലേ? നമുക്ക് തെളിയിക്കേണ്ടത് ഇത് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് കിട്ടണം. മീൻസ് ഇത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെന്ന് നമുക്ക് കിട്ടണം. എങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഡിവിസിബിൾ ബൈ 4 എന്ന് എഴുതാം. അപ്പോൾ ഇത് 4ന്റെ ഗുണിതാണെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് 7 raised to k plus 1-നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 7 raised to k into 7 എന്ന് എഴുതാം. മൈനസ് 3 raised to k plus 1-നെ എങ്ങനെ എഴുതാം? 3 raised to k into 3 എന്ന് എഴുതാം അല്ലേ? അത് എഴുതാനൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ടേം, ഇത് രണ്ടാമത്തെ ടേം ആണല്ലോ. ആദ്യത്തെ ടേമിലെ ആദ്യത്തെ നമ്പർ 7 raised to k, രണ്ടാമത്തെ നമ്പർ 7. അപ്പോൾ ആദ്യത്തെ ടേമിലെ ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ ടേമിലെ രണ്ടാമത്തെ നമ്പറും. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യാം. ഇവിടെ നോക്കുക, ആദ്യത്തെ ടേം അതുപോലെ എഴുതുകയാണ് 7 raised to k into 7. 7 raised to k into 7 അതുപോലെ എഴുതി. ഈ രണ്ടാമത്തെ ടേമും ഞാൻ അതുപോലെ എഴുതുകയാണ് മൈനസ് 3 raised to k into 3. അതായത് രണ്ട് ടേം, ഈ രണ്ട് ടേമും ഈ രണ്ടാമത്തെ ടേം അവസാനം എഴുതിയത്, ആദ്യത്തെ ടേം ഫസ്റ്റ് തന്നെ എഴുതി അല്ലേ? ഇത് രണ്ടും എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിക്കുക, ഇതിലെ ആദ്യത്തെ ടേമും രണ്ടാമത്തിലെ രണ്ടാമത്തെ ടേമും. അതിൽ ആദ്യത്തെ ടേം ഏതാ? 7 raised to, ഏതാണ് അതിൽ ആദ്യത്തെ ടേം? k into 3. ഇതിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഏതാണ്? 7 raised to k. ഇതിൽ രണ്ടാമത്തെ ടേം ഇൻറ്റു 3. ഇതൊക്കെ ഇൻറ്റു ആണ് കേട്ടോ, ഇൻറ്റു 3 അല്ലേ? അത് രണ്ടും ഞാൻ അവിടെ എഴുതി. നിങ്ങളിത് എഴുതുമ്പോൾ ആദ്യം മൈനസ് എഴുതുക, പിന്നെ പ്ലസ്സും എഴുതുക. അതേ ടേം തന്നെ 7 raised to k into 3. കാരണം ഇത് രണ്ടും, ഇത് മൈനസും ഇത് പ്ലസ്സും ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞത് 0 ആയി പോവും. അതായത് നമ്മുടെ ഈ ഇക്വേഷനും തുല്യമാണ്. സംശയമില്ലല്ലോ. കാരണം 7 raised to k into 3യും ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ്സും ആണ്, ഒരേ ടേംസ് ആണ്. ഇത് ക്യാൻസൽ ചെയ്താൽ 0 ആയി മാറും. അപ്പോൾ വീണ്ടും ഈ മേലത്തെ ഈ ഒരു ഇക്വേഷനോട് ഈക്വൽ ആണ് നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ അല്ലേ? അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ടേം അതുപോലെ എഴുതി, അവസാനത്തെ ടേം അതുപോലെ എഴുതി, പിന്നെ ഫസ്റ്റ് ടേമിലെ ആദ്യത്തെ നമ്പറും രണ്ടാമത്തിലെ രണ്ടാമത്തെ നമ്പർ ഇതാ 7 raised to k into 3 ഇൻറ്റു ആക്കി എഴുതുക, ഇൻറ്റു 3. ആദ്യം ചെയ്യേണ്ടത് മൈനസ് ആണ്, അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ മൈനസ് ആണ്, പിന്നെയാണ് പ്ലസ് കേട്ടോ. ഇവിടെ പ്ലസ് ഇടരുത്, ഇവിടെ മൈനസ് ഇടണം. മൈനസ് പിന്നെ പ്ലസ്. ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പം ഇനി നമുക്ക് മായ്ച്ചിട്ട് എഴുതാം. എങ്ങനെ എഴുതാം ബാക്കി? ഇപ്പം നമുക്ക് എന്തായി? നമുക്ക് തെളിയിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ വേണം. ഇത് P of k plus 1 divisible by 4 എന്ന് കിട്ടണം.
അപ്പോൾ ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്നും ഒരു കോമൺ ടേം ഉണ്ടല്ലോ, ഏതാ? 7 raised to k. അത് പുറത്തെടുക്കുക. 7 raised to k പുറത്തെടുത്തു. അപ്പോൾ ബാക്കി എന്താണത് ഇവിടെ? 7 minus 3. നെക്സ്റ്റ് വൺ പ്ലസ് ഇതിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്നും ഒരു കോമൺ ടേം ഉണ്ടല്ലോ, അതേതാ? 3. അതും പുറത്തെടുത്തു. ബാക്കി എന്താ എഴുതുക? 7 raised to k minus 3 raised to k അല്ലേ? 7 raised to k minus 3 raised to k. That is equal to 7 raised to k. Simplify. 7 minus 3 എന്ത് എഴുതാം? 4 എഴുതാം. Means 7 raised to k into 4 plus 3 into 7 raised to k minus 3 raised to k എന്താണ്? നമ്മൾ ആൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട് p of k അല്ലേ? 7 raised to k minus 3 raised to k is divisible by 4 ആണ്. Means അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് എന്നർത്ഥം. അപ്പം ഇതിനെ നമുക്ക് എന്ത് എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് എഴുതാം. ഇത് ആൾറെഡി 4ന്റെ ഗുണിതല്ലേ? 4 ഇൻറ്റു എന്ത് ചെയ്താലും 4ന്റെ ഗുണിതല്ലേ? അപ്പോൾ 4 ഇൻറ്റു എന്ത് ചെയ്താലും 4ന്റെ ഗുണിതാണ്. അതേപോലെ ഇത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അതിനെ 3 കൊണ്ട് ഗുണിച്ചാലും അതെന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ രണ്ടും കൂടെ സം ചെയ്താൽ വീണ്ടും എന്തുതന്നെയായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. അപ്പോൾ എന്തായി? p of k plus 1 is a multiple of 4 എന്ന് കിട്ടും. Means p of k plus 1 is divisible by 4. That implies that p of k plus 1 is divisible by 4 എന്ന് എഴുതാം. ഓക്കെ, hence the result. രണ്ടാമത്തെ പ്രോബ്ലം. Consider the statement p of n 9 raised to n minus 1 is a multiple of 8 where n is a natural number. First part, is p of 1 true? Second part, assuming p of k is true, show that p of k plus 1 is also true. എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് p of n 9 raised to n minus 1 എന്ന് പറയുന്നത്. അത് മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്, 8ന്റെ ഗുണിതമാണ്. വേർ n is a natural number, n നാച്ചുറൽ നമ്പർ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് p of 1 ട്രൂ ആണോ? സാധാ നമ്മൾ പ്രൊസീജിയർ തന്നെ. രണ്ടാമത്തെ, അസ്യൂമിങ് p of k is true, show that p of k plus 1 is also true ആണെന്ന് തെളിയിക്കാം, കാണിച്ചു കൊടുക്കണം. മാർച്ച് 2011 ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ p of n പേര് കൊടുത്തു, p of 1 കണ്ടു, 9 raised to 1 minus 1 that's 8 അല്ലേ? തീർച്ചയായിട്ടും അതെന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് p of 1 is true. സെക്കൻഡ് പാർട്ട് എന്താണ്? അസ്യൂമിങ് p of k is true. നമ്മൾ p of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് p of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ അസ്യൂം ദാറ്റ് p of k is true. That is p of k എന്ന് പറയുന്നത് എന്ത് വരും? 9 raised to k minus 1 is a multiple of 8 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു, സങ്കല്പിച്ചു. ഇനി to prove that p of k plus 1 is true, നമുക്ക് തെളിയിക്കേണ്ടതോ p of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിനു വേണ്ടി നമ്മളിത് കൺസിഡർ ചെയ്തു. p of k plus 1 എന്ന് പറയുന്നത് p of k plus 1 കൺസിഡർ ചെയ്തു. That is 9 raised to k plus 1 minus 1 അല്ലേ? p of k plus 1 എങ്ങനെ വരിക? k ൻ്റെ പ്ലേസിൽ k plus 1. 9 raised to k plus 1 minus 1 വരും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ? 9 raised to k into 9 minus 1 ശരിയല്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം നമ്മൾ ചെയ്തു ഫസ്റ്റ് ടേമിലെ ഫസ്റ്റ് സംഖ്യയും രണ്ടാമത്തെ ടേമിലെ രണ്ടാമത്തെ സംഖ്യയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസും മൈനസും ആക്കി ചെയ്തു എന്ന്. അതുപോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു സംഖ്യ ഇവിടെ 2 ടേം ഉണ്ട്, ഇവിടെ ഒരു ടേമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു വഴി നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് തെളിയിക്കേണ്ടത് എന്താ? p of k plus 1 മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് കിട്ടണം.
അല്ലേ 8ന്റെ ഗുണിതമാണെന്ന് കിട്ടണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക 9 raised to k ന്റെ കൂടെ 9 ആണ്. ഈ 9നെ നമുക്ക് 8 പ്ലസ് 1 എന്ന് എഴുതി കൂടെ? 9നെ നമുക്ക് എങ്ങനെ എഴുതാം? 8 പ്ലസ് 1 എഴുതാം. അപ്പം എന്ത് വരും? 9 raised to k ഇൻറ്റു 8 പ്ലസ് 1 എഴുതി -1 അതുപോലെ തന്നെ എഴുതി. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതിനെ ഉള്ളിലേക്ക് ഗുണിക്കുക. 9 raised to k ഇൻറ്റു 8 plus 9 raised to k into 1, 9 raised to k minus 1. ഓക്കെ, തീർച്ചയായിട്ടും ഇത് 8ന്റെ ഗുണിതമല്ലേ? 8 ഇൻറ്റു 9 raised to k എന്നല്ലേ? അപ്പം അതിനെ നമുക്ക് എന്ത് എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് എഴുതാം. ഇത് നമ്മൾ ഓൾറെഡി അസ്യൂം ചെയ്തിട്ടുണ്ട്. P of k 9 raised to k minus 1 is a multiple of 8. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് എന്ത് എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് എഴുതാം. 2 മൾട്ടിപ്പിൾ ഓഫ് 8കൾ സം ചെയ്താൽ വീണ്ടും അതെന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 8 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് P of k plus 1 is true. ശരിയല്ലേ? നമുക്കിപ്പോൾ എത്തിച്ചേരുന്ന എന്താ? P of k plus 1 മൾട്ടിപ്പിൾ ഓഫ് 8 ആണെന്ന് കിട്ടി. ഓക്കെ, hello students, മൂന്നാമത്തെ പ്രോബ്ലം. കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ് P of n x raised to n minus y raised to n is divisible by x minus y. A part, show that P of 1 is true. B part, using the PMI, verify that P of n is true for all natural number. ഓക്കെ, അതാണ് പ്രോബ്ലം. ഇത് നമ്മൾ ടൈപ്പ് 2 ചെയ്തില്ലേ, അതിൻ്റെ ബാക്കി മൂന്നാമത്തെ പ്രോബ്ലം. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് P of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? P of n നമ്മൾ എഴുതി x raised to n മൈനസ് y raised to n. പിന്നെ P of 1 ട്രൂ ആണെന്ന് കാണിച്ചു കൊടുക്കാൻ. അപ്പം P of 1 കണ്ടു, ദാറ്റ് ഈസ് x raised to 1. എന്നിനൊന്ന് കൊടുത്താൽ മതിയല്ലോ. x raised to 1 മൈനസ് y raised to 1. That is equal to x raised to 1 എന്ന് പറഞ്ഞാൽ x, y raised to 1 എന്ന് പറഞ്ഞാൽ y. Therefore x minus yക്ക് ഈക്വൽ ആണ്. അത് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? is divisible by x minus y അല്ലേ? x minus y is divided by x minus y അല്ലേ? പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് divisible by ആണെന്ന് പറയാം. That implies P of 1 is 2. അപ്പം എ പാർട്ട് ഓവർ. ബി പാർട്ട് യൂസ് PMI ഉപയോഗിച്ചിട്ട് ആ P of n ട്രൂ ആണ് എല്ലാ NL സംഖ്യകൾക്കും, അത് ട്രൂ ആണെന്ന് കാണിച്ചു കൊടുക്കണം. ആദ്യം അസ്യൂം ദാറ്റ് P of k is 2. P of k എന്ന് പറഞ്ഞാൽ എന്നിന് പകരം k കൊടുക്കണ്ടേ? ദാറ്റ് ഈസ് x raised to k minus y raised to k is divisible by x minus y ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. നമ്മൾ സങ്കല്പിച്ചു എന്ത്? P of k divisible by x minus y ആണ് നമ്മൾ സങ്കല്പിച്ചു. ഇനി നമുക്ക് തെളിയിക്കേണ്ട എന്താ? To prove that P of k plus 1 is true, P of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ P of k plus 1 കൺസിഡർ ചെയ്തു. P of k plus 1 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൊടുക്കുക? P of k നമുക്കറിയാം, കേക്ക് പകരം എന്ത് കൊടുത്താൽ മതി? k plus 1 കൊടുത്താൽ മതി. Therefore x raised to k plus 1 മൈനസ് y raised to k plus 1 അല്ലേ? ഇതാണ് x raised to k plus 1 മൈനസ് y raised to k plus 1. നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ഈ P of k plus 1 ഈസ് divisible by x minus y ആണെന്ന് കിട്ടണം. അതായത് ഈ x raised to k plus 1 മൈനസ് y raised to k plus 1 divisible by x minus y എന്ന് കിട്ടണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്രിയ ചെയ്താൽ കിട്ടുന്നത് x minus yൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പം നമുക്കത് എങ്ങനെ തെളിയിക്കാം? നമ്മൾ ഇതേ ടൈപ്പ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ x raised to k plus 1നെ നമുക്ക് 2 ആക്കാം. x raised to k ഇൻറ്റു x എന്ന് എഴുതാം. അതുപോലെ തന്നെ മൈനസ് y raised to k ഇൻറ്റു y എന്ന് എഴുതാം അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയാൽ ഇതിലും 2 ടേം ഉണ്ട്, ഇതിലും 2 ടേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സൂത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഫസ്റ്റ് ടേം അതുപോലെ എഴുതുക, x raised to k ഇൻറ്റു എക്സ്. അവസാനത്തെ ടേമും അതുപോലെ എഴുതുക. അതാ പക്ഷേ ഇതിനടുത്ത് എഴുതരുത്, കുറച്ച് വിട്ട് എഴുതുക. മൈനസ് y raised to k ഇൻറ്റു y. അത് രണ്ടും അതിലെഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ടേമിലെ ആദ്യത്തെ വേരിയബിളും
അതാണ് ഫസ്റ്റ് ടേമിലെ ആദ്യത്തെ വേരിയബിൾ തന്നെ എക്സ് റേസ് ടു കെയും രണ്ടാമത്തെ ടേമിലെ രണ്ടാമത്തെ വേരിയബിളും അത് വൈ. അത് നിങ്ങളടുത്ത് എന്താ പറഞ്ഞിരിക്കണത്? അത് രണ്ടും ഇൻറ്റു ചെയ്തത് മൈനസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മൈനസ് തന്നെ ചെയ്യണം, പ്ലസ് ചെയ്യരുത്. എക്സ് റേസ് ടു കെ ഇൻറ്റു വൈ അത് മൈനസ് ചെയ്തു, അതേപടി അത് ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പം ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ ഈ മേലത്തെ ഇക്വേഷനോട് ഈക്വലാണിത്. ഇത് രണ്ടും, അതായത് ഇതും ഇതും ഈക്വലാണ്. കാരണം ഇത് ഒന്ന് മൈനസ് ഒന്ന് പ്ലസ്സും ആണ്. അത് ക്യാൻസൽ ചെയ്താൽ പിന്നെ ഇത് തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ അതിനർത്ഥം ഇത് രണ്ടും ഈക്വലാണ്. ഇത്രയും കിട്ടിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് രണ്ടിലും കോമൺ ആയിട്ടൊരു വേരിയബിൾ ഉണ്ട്. അത് ഏതാണ്? എക്സ് റേസ് ടു കെ. ടേക്കിംഗ് ഔട്ട് സൈഡ്, ബാക്കിയുള്ളത് ബ്രാക്കറ്റിൽ എഴുതുക. എക്സ് മൈനസ്, ഇവിടെ ബാക്കി എക്സും അവിടെ വൈയും. പിന്നെ ഇവിടെ രണ്ടും കോമൺ ടേം ഉണ്ടല്ലോ. ഏതാണ്? വൈ. ടേക്കിംഗ് ഔട്ട് സൈഡ്, ബാക്കിയുള്ളത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുക. എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. കാരണം എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. ഇത് തീർച്ചയായിട്ടും ഏതിൻ്റെ മൾട്ടിപ്പിൾ ആണ്? എക്സ് മൈനസ് വൈൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് നമുക്ക് ക്ലിയർ ആണ് എക്സ് മൈനസ് വൈൻ്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം എക്സ് മൈനസ് വൈ ഇൻറ്റു എന്ത് വേരിയബിൾ ചെയ്താലും തീർച്ചയായിട്ടും എക്സ് മൈനസ് വൈൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പിന്നെ ഇതോ വൈ ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ എഴുതിയതൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ പി ഓഫ് കെ അല്ലേ, എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് എക്സ് മൈനസ് വൈ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നേരെ എന്ത് എഴുതാ? ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. ഇതും ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്, ഇതും ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്. therefore രണ്ട് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈകൾ ആഡ് ചെയ്താൽ വീണ്ടും എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആയിരിക്കും. That implies that P of k plus 1 is true. അല്ലേ? P of k plus 1 ശരിയാണ്. കാരണം P of k plus 1 is divisible by x minus y ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. Consider the statement P of n 10 raised to 2n plus 1 minus 1 is divisible by 11. Verify that P of 1 is true and then prove that this statement by using mathematical induction. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു സ്റ്റേറ്റ്മെന്റ്, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് P of n. അതെന്താണ്? 10 raised to 2n plus 1 minus 1. അത് ഡിവിസിബിൾ ബൈ 11 എന്നാണ്. ഓക്കെ, അത് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് മാർച്ച് 2017 ചോദിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് സേ 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ആൻസർ ചെയ്യാം. P of n എന്ന് പേര് കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റിന് 10 raised to 2n plus 1 minus 1. P of 1 ചെയ്തു. ABC പാർട്ടൊന്നും കൊടുത്തിട്ടില്ല, നേരിട്ടാണ്. P of 1 ചെയ്തു. 10 raised to 2 into 1 plus 1. That is 10 cube minus 1. അല്ലേ? 10 cube minus 1. That is 1000 minus 1. അപ്പോൾ 999 അല്ലേ? 999 എന്ന് പറഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത് ഡിവിസിബിൾ ബൈ 11 അല്ലേ? അപ്പോൾ നേരിട്ട് എന്ത് എഴുതാം? ഈസ് ഡിവിസിബിൾ ബൈ 11. That implies P of 1 is true. Next, assume that P of k is true. That is P of k എന്ന് പറയുന്നത് 10 raised to n പകരം k കൊടുക്കുക. 10 raised to 2k plus 1 minus 1 is divisible by 11 ആണ് നമ്മൾ സങ്കല്പിച്ചു അല്ലേ? നമ്മൾ അസ്യൂം ചെയ്തു. Need to prove that P of k plus 1 is true. നമ്മൾ തെളിയിക്കേണ്ടത് എന്താണ്? P of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. For that we consider P of k plus 1. എങ്ങനെ P of k plus 1 എഴുതുക? kക്ക് പകരം k plus 1. അപ്പം എന്ത് വരും? 10 raised to 2 into k plus 1. പലരും ശ്രദ്ധിക്കുന്നതാണ്, തെറ്റിക്കുന്നതാണ്. 10 raised to ഇങ്ങനെ എഴുതും, 2k plus 1 plus 1. ഓക്കെ, അങ്ങനെ എഴുതരുത്.
k plus 1 kക്കാണ് റീപ്ലേസ് ചെയ്യുന്നത്. therefore 2 into ബ്രാക്കറ്റിൽ കൊടുക്കണം k plus 1. പിന്നത്തെ പ്ലസ് 1 അതുപോലെ എഴുതുക -1. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? 10 raised to 2k plus 2 into 1 2 ഇങ്ങനെ വരിക. പിന്നെ പ്ലസ് 1 മൈനസ് 1. ഓക്കെ, ഇത് രണ്ട് ടേംസ് ഉണ്ടോ? ഇതിലും രണ്ട് ടേം ഇതിലും രണ്ട് ടേം ഇല്ല. അപ്പം ആ മെത്തേഡല്ല, നമ്മൾ വേറൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, അതുപോലെ ചെയ്യണം. അതായത് ഇതൊരു 10 raised to 2k അതുപോലെ തന്നെ എഴുതി. പക്ഷെ ഈ പ്ലസ് 2 plus 1 ഉണ്ടല്ലോ, അതിനെ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. കാരണം പ്ലസ് എവിടെ ചേർത്താലും കുഴപ്പമില്ലല്ലോ. ഈ 2 plus 1നെ ഞാൻ ആദ്യം 1 എഴുതുക, പിന്നെ 2 എഴുതുക. രണ്ടും സെയിം തന്നെയാണ്. 2k plus 3 എന്നുള്ളത് 2k plus 1 plus 2 എന്ന് പറയുന്നതും 2k plus 2 plus 1 എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ? അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു, മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ രണ്ടാക്കുക. ഏത്? 10 raised to 2k plus 1 എന്ന് പറയുന്ന ഒരു ടേമും അതുപോലെ ഇൻറ്റു എന്ത് വരും? 10 square minus 1 അല്ലേ? നിങ്ങൾക്കറിയാം, ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റു ആണ് വരിക. 10 raised to 2k plus 1 into 10 square minus 1. That is equal to 10 raised to 2k plus 1. 10 square എന്ന് പറഞ്ഞാൽ 100 ആണല്ലോ. നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? 11ന്റെ മൾട്ടിപ്പിൾ എന്നാണ്, സോറി ഡിവിസിബിൾ ബൈ 11 എന്നാണ് തെളിയിക്കുന്നത്. അതായത് നമുക്ക് കിട്ടുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടണം ആണല്ലോ. അപ്പം 100നോട് അടുത്തുള്ള 11ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 99 എന്നാണല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? 99 plus 1 എഴുതാം. 100നെ നമുക്ക് എന്ത് എഴുതാം? 99 plus 1. ബാക്കിയുള്ള അതുപോലെ എഴുതുക -1. ഇനി ഇത് ഉള്ളിലേക്ക് ഗുണിക്കുക. ഏത്? 10 raised to 2k plus 1 into 99 അല്ലേ? 10 raised to 2k plus 1 into 99 plus 1 into 10 raised to 2k plus 1 -1. ഓക്കെ അല്ലേ? അപ്പം എന്താ വന്നത്? 10 raised to 2k plus 1 into 99 plus 10 raised to 2k plus 1 into 1 minus 1. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാം. 99 ഇൻറ്റു ആണ്, മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്, സംശയമില്ല, മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. അതേപോലെ തന്നെ ഇതിനെ നോക്കിയേ, ഇത് നമ്മൾ പി ഓഫ് കെ അല്ലേ? 10 raised to 2k plus 1 minus 1 is also divisible by 11 ആണ്. അപ്പം തീർച്ചയായിട്ടും ഇതിന് നമുക്ക് രണ്ട് divisible by 11 ആണ്. therefore നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു divisible by 11 എഴുതാം. that implies that p of k plus 1 is 2. അതായത് p of k plus 1 is divisible by 11 എന്ന് പറയാം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ് p of n 10 raised to 2n plus 1 minus 1 is divisible by 11. Verify that p of 1 is 2 and then prove that this statement by using mathematical induction. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു സ്റ്റേറ്റ്മെന്റ്, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് p of n. അതെന്താണ്? 10 raised to 2n plus 1 minus 1. അത് divisible by 11 എന്നാണ്. ഓക്കെ, അത് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് മാർച്ച് 2017 ചോദിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ആൻസർ ചെയ്യാം. p of n എന്ന് പേര് കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റിന് 10 raised to 2n plus 1 minus 1. p of 1 ചെയ്തു. ABC പാർട്ടൊന്നും കൊടുത്തിട്ടില്ല, നേരിട്ടാണ്. p of 1 ചെയ്തു. 10 raised to 2 into 1 plus 1. that is 10 cube minus 1 അല്ലേ? 10 cube minus 1 that is 1000 minus 1.
അപ്പോൾ 999 അല്ലേ? 999 എന്ന് പറഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അത് ഡിവിസിബിൾ ബൈ 11 അല്ലേ? അപ്പോൾ നേരിട്ട് എന്ത് എഴുതാം? ഈസ് ഡിവിസിബിൾ ബൈ 11. That implies P of 1 is 2. Next, assume that P of k is 2. That is, P of k എന്ന് പറയുന്നത് 10 raised to n പകരം k കൊടുക്കുക. 10 raised to 2k plus 1 minus 1 is divisible by 11 ആണ് നമ്മൾ സങ്കല്പിച്ചു അല്ലേ? നമ്മൾ assume ചെയ്തു. Need to prove that P of k plus 1 is 2. നമ്മൾ തെളിയിക്കേണ്ടത് എന്താണ്? P of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. For that we consider P of k plus 1. എങ്ങനെ P of k plus 1 എഴുതുക? kക്ക് പകരം k plus 1. അപ്പം എന്ത് വരും? 10 raised to 2 into k plus 1. പലരും ശ്രദ്ധിക്കുന്നതാണ്, തെറ്റിക്കുന്നതാണ്. 10 raised to ഇങ്ങനെ എഴുതും, 2k plus 1 plus 1. ഓക്കെ, അങ്ങനെ എഴുതരുത്. k plus 1, kക്കാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ 2 into ബ്രാക്കറ്റിൽ കൊടുക്കണം k plus 1. പിന്നത്തെ പ്ലസ് 1 അതുപോലെ എഴുതുക, -1. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക? 10 raised to 2k plus 2 into 1 2 ഇങ്ങനെ വരിക. പിന്നെ പ്ലസ് 1 -1. ഓക്കെ, ഇത് രണ്ട് ടേംസ് ഉണ്ടോ? ഇതിലും രണ്ട് ടേം, ഇതിലും രണ്ട് ടേം ഇല്ല. അപ്പം ആ മെത്തേഡല്ല, നമ്മൾ വേറൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ, അതുപോലെ ചെയ്യണം. അതായത് ഇതൊരു 10 raised to 2k അതുപോലെ തന്നെ എഴുതി. പക്ഷെ ഈ പ്ലസ് 2 plus 1 ഉണ്ടല്ലോ, അതിനെ ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ്. കാരണം പ്ലസ് എവിടെ ചേർത്താലും കുഴപ്പമില്ലല്ലോ. ഈ 2 plus 1 ഞാൻ ആദ്യം 1 എഴുതുക, പിന്നെ 2 എഴുതുക. രണ്ടും സെയിം തന്നെയാണ്. 2k plus 3 എന്നുള്ളത് 2k plus 1 plus 2 എന്ന് പറയുന്നതും 2k plus 2 plus 1 എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ? അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു, മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ രണ്ടാക്കുക. ഏത്? 10 raised to 2k plus 1 എന്ന് പറയുന്ന ഒരു ടേമും അതുപോലെ ഇൻറ്റു എന്ത് വരും? 10 square -1 അല്ലേ? നിങ്ങൾക്കറിയാം, ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. പ്ലസ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റു ആണ് വരിക. 10 raised to 2k plus 1 into 10 square -1. That is equal to 10 raised to 2k plus 1. 10 square എന്ന് പറഞ്ഞാൽ 100 ആണല്ലോ. നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? 11ന്റെ മൾട്ടിപ്പിൾ എന്നാണ്, സോറി ഡിവിസിബിൾ ബൈ 11 എന്നാണ് തെളിയിക്കുന്നത്. അതായത് നമുക്ക് കിട്ടുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടണം ആണല്ലോ. അപ്പം 100നോട് അടുത്തുള്ള 11ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 99 എന്നാണല്ലോ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? 99 plus 1 എഴുതാം. 100നെ നമുക്ക് എന്ത് എഴുതാം? 99 plus 1. ബാക്കിയുള്ള അതുപോലെ എഴുതാം, -1. ഇനി ഇത് ഉള്ളിലേക്ക് ഗുണിക്കുക. ഏത്? 10 raised to 2k plus 1 into 99 അല്ലേ? 10 raised to 2k plus 1 into 99 plus 1 into 10 raised to 2k plus 1 -1. ഓക്കെ അല്ലേ? അപ്പം എന്താ വന്നത്? 10 raised to 2k plus 1 into 99 plus 10 raised to 2k plus 1 into 1 -1. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാം. 99 ഇൻറ്റു ആണ്, മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്, സംശയമില്ല, മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. അതേപോലെ തന്നെ ഇതിനെ നോക്കിയേ, ഇത് നമ്മൾ P of k അല്ലേ? 10 raised to 2k plus 1 -1 is also divisible by 11 ആണ്. അപ്പം തീർച്ചയായിട്ടും ഇതിന് നമുക്ക് രണ്ട് divisible by 11 ആണ്. Therefore നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു divisible by 11 എഴുതാം. That implies that P of k plus 1 is 2. അതായത് P of k plus 1 is divisible by 11 എന്ന് പറയാം. ഓക്കെ.